ഹലോ ഡിയസ്, നമ്മൾ ഗ്രീക്ക് തിയേറ്ററും അതുപോലെ തന്നെ റോമൻ തിയേറ്ററും, ആൻഷ്യൻ ഗ്രീക്ക് തിയേറ്ററും ആൻഷ്യൻ റോമൻ തിയേറ്ററും തമ്മിലുള്ള ഡിഫറൻസുകളാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ഗ്രീക്ക് തിയേറ്റർ, എന്താണ് റോമൻ തിയേറ്റർ, അത് അവർ തമ്മിലുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് തിയേറ്ററിക്കൽ പെർഫോമൻസും പറയാം. അതായത് തിയേറ്ററിൻ്റെ ആ ഒരു സ്ട്രക്ചർ, കാര്യങ്ങൾ, ഓക്കെ. അതുപോലെ തന്നെ അതിൽ ആക്ടേഴ്സിന് പറയുന്ന പേരുകൾ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ആക്ടേഴ്സിൻ്റെ പേരുകൾ, അതുപോലെ എത്ര ആക്ടേഴ്സ് പറ്റും, ഓക്കെ, അധികം ഒരു ആക്ടറെ പറ്റുള്ളെങ്കിൽ, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവർ മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു പെർഫോം ചെയ്യുന്നത്, ഇന്നത്തെ പോലെയല്ല, ഫുൾ മാസ്ക്, ഹെഡ് മാസ്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു, ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ഭയങ്കര ഓഡിയൻസ് ഉണ്ടായിരുന്നു, 25,000, 15,000. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ എന്ന് ചോദിക്കുമ്പം അതിലെ പ്ലേ റൈറ്റുകളുടെ പേര്, ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റുകളുടെ പേര്. അതുപോലെ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഇതുണ്ടല്ലോ, കോമഡി, ട്രാജഡി, അവരാരൊക്കെയാണ് ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് പോവാണ്, ഓക്കെ. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. സോ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രീക്ക് തിയേറ്റർ ഹിൽ സൈഡിൻ്റെ സ്ലോപ്പുകളിലായിരുന്നു ശരിക്കും അവർ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നത്, ഓക്കെ. ഒരു ഗാലറി പോലെ മീൻസ് ഇവർ ഒരു മലനിരകളുടെ ഒരു സ്ലോപ്പുകളിൽ ഭയങ്കര ഒരു സ്ട്രക്ചേർഡായിട്ട് അവർ സ്റ്റേജുകൾ ഉണ്ടാക്കി, ആളുകൾക്ക് കാണാൻ വിധത്തിലുള്ള സ്റ്റേജ് ഇതുണ്ടാക്കി. ഒരു സെമി സർക്കുലാർ ഏരിയയിലായിരുന്നു, ഓക്കെ. സെമി സർക്കുലാർ, ഫുൾ സർക്കിൾ അല്ല, സെമി സർക്കുലാർ. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ വീക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ, പക്ഷേ ഫുട്ബോൾ മത്സരമാകുമ്പോൾ ചുറ്റും ഉണ്ടാവും, ഫുൾ സർക്കിളായിരുന്നു. ഇത് സെമി സർക്കിളിൽ ആക്ടേഴ്സിനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള, കാരണം ഫ്രണ്ട് ഭാഗം കാണുന്ന രൂപത്തിലുള്ള ആ ഒരു ആക്ടിങ് ആയിരുന്നു, ഓക്കെ. രണ്ട് ഇതിലാണ്. പക്ഷേ ഒന്ന് ഹിൽ സൈഡിലായിരുന്നു ഗ്രീക്ക് തിയേറ്റർ. പക്ഷേ റോമൻ തിയേറ്റർ എന്ന് പറഞ്ഞത് അവർ ഫുൾ എൻക്ലോസ് ബിൽഡിങ്ങുകൾ ആയിരുന്നു, ഓക്കെ. ബിൽഡിങ്ങുകളെ കേന്ദ്രീകരിച്ചായിരുന്നു, ഔട്ട്ഡോർ ബിൽഡിങ്ങുകളെ കേന്ദ്രീകരിച്ചായിരുന്നു, ഓക്കെ. അപ്പോൾ അത്രയും ഓഡിയൻസിനെ അവിടെ സജ്ജീകരിക്കണം. അതുകൊണ്ട് ഉള്ളിലല്ല, അതായത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലല്ല, ബിൽഡിങ്ങിൻ്റെ പുറത്ത്, ഔട്ട്ഡോർ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു മഴയോ അതുപോലെ തന്നെ ശക്തമായ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും അംബ്രല്ലാസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സ്ട്രക്ചറായിരുന്നു, ഓക്കെ. ഷീറ്റുകളും അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഓഡിയൻസുകൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം, ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറൻസുകളിലേക്ക് പോവാം. ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, സ്ലോപ്പ് ഓഫ് ഹില്ലിലായിരുന്നു ഈ ഒരു ഗ്രീക്ക് തിയേറ്റർ സംവിധാനിച്ചിരുന്നത്. പക്ഷേ മറ്റേത് ഇവിടെ നമ്മുടെ ഈ ഒരു ലെവൽ ഗ്രൗണ്ടിലായിരുന്നു, ഓക്കെ, ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൗണ്ടിൽ നിന്നും ഈ സ്റ്റോണുകൾ അല്ലെങ്കിൽ സിമൻറ്റ് സ്റ്റോണുകൾ ഇങ്ങനെ ആ ഇരിപ്പിടങ്ങളില്ലേ, അതിങ്ങനെ പൊക്കിയിട്ടുള്ള ഒരു ഗാലറി ആയിരുന്നു. ഗ്രീക്ക് തിയേറ്ററിൽ VIP സ്പേസ് ഉണ്ടായിരുന്നു, ഓക്കെ, VIP സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ റോമൻ തിയേറ്ററിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ലായിരുന്നു, VIP സ്പേസ് ഇല്ലായിരുന്നു. അതുപോലെ വുമണിന് വലിയൊരു റോൾ ഇല്ലായിരുന്നു, വുമൺ തീരെ ഇല്ല എന്നല്ല, ഗ്രീക്ക് തിയേറ്ററിൽ വുമൺ വളരെ കുറവായിരുന്നു, ഓക്കെ. വുമൺ വളരെ കുറവായിരുന്നു ഗ്രീക്ക് തിയേറ്ററിൽ, ഓക്കെ. ഒരു പ്ലേ ഉണ്ടായിരുന്നു, മേക്ക് ലവ് നോട്ട് വാർ, ഓക്കെ. ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഭർത്താവിനെ പിടിച്ചു വെക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അവർ ആ ഒരു ഡ്രാമയിൽ എന്ന് പറയുന്നത് ഫുൾ സ്ത്രീകളുടെ റോളാണുള്ളത്. പക്ഷേ ഈ സ്ത്രീകളുടെ റോളൊക്കെ ആരാണ് വഹിക്കുന്നതെന്ന് വെച്ചാൽ പുരുഷന്മാരായിരുന്നു, ഓക്കെ. പുരുഷന്മാരായിരുന്നു വഹിച്ചിരുന്നത്. അവർ ഫേക്കായിട്ടുള്ള ബസ്റ്റുകൾ ഇൻസ്റ്റെഡ് ഓഫ് ബ്രസ്റ്റ്, ഓക്കെ. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് വുമണ് ഫേക്കായിട്ടുള്ള ലാർജ് ടമ്മീസ് ഇൻഡസ്ട്രിയൻ പാർട്ടിൽ കൊടുത്തുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഫുൾ ഫേക്കിംഗ് ആയിട്ട് അവർ എന്ത് ചെയ്തു, വുമൺ തീരെ ഇല്ലാതെ ഗ്രീക്ക് തിയേറ്ററിൽ. പക്ഷെ റോമൻ തിയേറ്ററിലാണെങ്കിൽ എന്താണ്, വുമണ് കൂടുതലുണ്ട്, വുമണ് കൂടുതൽ വന്നു. അതുപോലെ ആ ഒരു റെസ്ട്രിക്ഷൻസ് കുറച്ചൊന്ന് ഒഴിവായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മാസ്ക്, ഡിഫറെൻറ്റ് ടൈപ്പുള്ള മാസ്കുകൾ ഇവർ ധരിച്ചിരുന്നു ഈ ഒരു ഗ്രീക്ക് തിയേറ്ററിൽ. പക്ഷേ റോമനിൽ
ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാസ്കുകൾ ധരിച്ചിരുന്നില്ല. മീൻസ് ഡിഫറെൻറ്റ് കളേർഡ് മാസ്കുകൾ വളരെ കുറവായിരുന്നു. ഏകദേശം ഒരേമാതിരിയുള്ള മാസ്കായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഒബ്സീനിറ്റിയും അതുപോലെ തന്നെ ന്യൂഡ് ഡാൻസിങ്, ആക്രോബാറ്റ്സ്, അതർ ഫെസ്റ്റിവൽസ് ഇതൊക്കെ കൂടുതലായിരുന്നു റോമൻ തിയേറ്ററിൽ. പക്ഷേ ഗ്രീക്കിൽ ഇതൊക്കെ കുറവായിരുന്നു. ഓക്കെ, കോമഡീസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് റോമൻസ്. ഗ്രീക്കുകൾ ട്രാജഡീസിനായിരുന്നു ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. നമുക്കറിയാം അരിസ്റ്റോട്ടിലിനെ പോലെയുള്ള ആളുകൾ. ഓക്കെ, അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അദ്ദേഹം അതിൽ ഡ്രാമനെ, നേരത്തെ നമ്മൾ 4 എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു അരിസ്റ്റോട്ടിൽ 4 ബേസിക് 4 അല്ല, പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടക്കിൾ 6 എലമെൻറ്റ്സ് ഉണ്ട് ഡ്രാമക്ക്. ഓക്കെ, ട്രാജഡിക്ക് നമ്മൾ മിമസിസ്, കത്താർസിസ് അങ്ങനെ പറഞ്ഞു 4 ഇവിടെ ഡ്രാമക്ക് പൊതുവായിട്ട് ട്രാജഡി ആണെങ്കിലും കോമഡി ആണെങ്കിലും 6 ബേസിക് എലമെൻറ്റ്സ് ഉണ്ട്. അത് പ്ലോട്ട്, അതായത് സ്റ്റോറി, ക്യാരക്ടർ, ഓക്കെ, അതിലെ ക്യാരക്ടേഴ്സ്, തോട്ട് അവരുടെ ചിന്തകൾ, ഡിക്ഷൻ ലാംഗ്വേജ്, ഡിക്ഷണറിയിൽ നിന്നാണ്, സോങ്, സ്പെക്ടക്കിൾ സോങ് ആൻഡ് സ്പെക്ടക്കിൾ മീൻസ് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഗ്രീക്ക് തിയേറ്ററും റോമൻ തിയേറ്ററും തമ്മിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് പറയാം. ഈ നമ്മുടെ ഈ മോഡേൺ സ്പോർട്സ് അറീന, അതായത് സ്റ്റേഡിയങ്ങളൊക്കെ ഏകദേശം ഈ രൂപത്തിൽ, സെമി സർക്കിളല്ല, ഒരു സർക്കിൾ രൂപത്തിലുള്ള ഇത് ഇൻഫ്ലുവൻസ് ചെയ്തത് ശരിക്കും ഈ ഒരു ഗ്രീക്ക് തിയേറ്ററും റോമൻ തിയേറ്ററുമാണ്. ഓക്കെ, ഗ്രീക്ക് തിയേറ്ററിലും റോമൻ തിയേറ്ററിലും നമ്മൾ പറയാൻ പറ്റ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഈ റോമൻകാരായിരുന്നു കൂടുതൽ ആർക്കിടെക്ചറും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിലൊക്കെ ഭയങ്കര കഴിവുള്ളവർ ഗ്രീക്കിനേക്കാൾ. ഓക്കെ, ഗ്രീക്കിനേക്കാൾ ഒരുപാട് കഴിവുള്ളവരായിരുന്നു. അതുകൊണ്ട് ഈ മോഡേൺ യൂറോപ്പ് ബിൽഡിങ്സും അതുപോലെ തന്നെ ഈ ഒരു റോഡുകളൊക്കെ, ഈവൻ അമേരിക്കൻ പോപ്പുലർ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ, ഡയലോഗുകൾ ഇതൊക്കെ ഏകദേശം റോമൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഇവിടെ വരുന്നുണ്ട്, റോമൻ തിയേറ്ററിലെ ഇൻഫ്ലുവൻസിൽ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഈ ഇതിലൊരു സിമിലാരിറ്റീസ് നമ്മൾ പറയുമ്പോൾ ഇവർ രണ്ടുപേരും മാസ്കുകൾ ധരിച്ചായിരുന്നു. റോമൻ ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും മാസ്കുകൾ ധരിച്ചിരുന്നു. ഓക്കെ, ഇവർ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് റോമൻ തിയേറ്റർ കംപ്ലീറ്റ്ലി ഗ്രീക്കിനെ തള്ളി പറയുന്നില്ല. കാരണം ഈ റോമൻ തിയേറ്ററിക്കൽ പെർഫോമൻസ് അല്ലെങ്കിൽ റോമൻ പ്ലേ റൈറ്റുകളൊക്കെ അവരവരുടെ ഈ ചില കാര്യങ്ങൾ, മീൻസ് ഈ മൈമിങ് ഒക്കെ ഇവിടുന്ന് കോപ്പി ചെയ്തതാണ്, ഗ്രീക്കിൽ നിന്നും കോപ്പി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഇവരെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമാണ്. വെസ്റ്റിലാണെങ്കിലും ഓൺ വെസ്റ്റേൺ കൾച്ചർ ആൻഡ് അമേരിക്കൻ കൾച്ചർ എവിടെയാണെങ്കിലും ഇവർ നല്ല ഇൻഫ്ലുവൻസ് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്കുകാർ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഗ്രീക്കുകാർ ഭയങ്കര ക്രിയേറ്റീവായിരുന്നു, ഭയങ്കര ഇമാജിനേറ്റീവായിരുന്നു, ഫിലോസഫിയിലൊക്കെ നല്ല നൈപുണ്യമുള്ളവരായിരുന്നു. അപ്പോൾ അവർ കോപ്പി ചെയ്തു. മൈമിങ്, മാസ്കുകൾ, ഇതൊക്കെ മാസ്കിട്ടുള്ള അഭിനയങ്ങൾ ഇതൊക്കെ കോപ്പി ചെയ്തു. ഈ മാസ്കിട്ടുള്ള അഭിനയങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറേ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഈ ഒരു ഗ്രീക്ക് തിയേറ്ററിൽ അവരുടെ റൂൾ എന്ന് പറഞ്ഞത് 3 ആക്ടേഴ്സ് മാക്സിമം പാടുള്ളൂ. പക്ഷെ റോമൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞത് 6 ആക്ടേഴ്സൊക്കെ വരെ അവർ നെഗ്ലക്റ്റ് ചെയ്ത് പോയി. ഓക്കെ, എന്തായാലും ക്യാരക്ടേഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ആൾ തന്നെ പല ആളുടെയും റോള്, ഒരു ആക്ടർ തന്നെ പല ആളുകളുടെയും റോള് വഹിക്കേണ്ടി വരും. സോ ഈ ഒരു മാസ്ക് നിർബന്ധമായിരുന്നു. അവർ ഹെഡ് കവറും അതുപോലെ തന്നെ ഭയങ്കര വലിയ മാസ്കുകളായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ പിറ്റി ആൻഡ് ഇമോഷൻസ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സ്മൈലിന് ഒരു മാസ്ക്, അതുപോലെ തന്നെ ദേഷ്യത്തിന് വേറൊരു മാസ്ക്. നമുക്കറിയാം, നമ്മൾ ഈ ഗുസ്തി റെസ്ലിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വീക്ഷിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ മാസ്കുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായിരുന്നു ധരിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ ഈ വലിയ ഹാൻഡ് ഗ്ലൗവുകൾ, ഈ ഗ്ലൗ ഒക്കെ ധരിച്ചിരുന്നു. ഗ്ലൗ മീൻസ് ഈ ഉയർന്ന നിലയിലുള്ള, അതായത് സീറ്റ് അറേഞ്ച്മെൻ്റ് നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര ഈ ഒരു മൈന്യൂട്ടായിട്ട് അവർക്ക് കാണാൻ വേണ്ടി, ഭയങ്കര പ്രിസൈസായിട്ട് കാണാൻ വേണ്ടി അവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സംവിധാനം, ആ ഒരു ആർക്കിടെക്ചർ ആയിരുന്നു. ഭയങ്കര നൈപുണ്യമുള്ള രീതിയിലായിരുന്നു അവർ ഈ സ്റ്റേഡിയം ഇതൊക്കെ നിർമ്മിച്ചിരുന്നത് എന്ന് പറയാൻ കഴിയും. ഗ്രീക്ക് ആണെങ്കിലും അതുപോലെ തന്നെ റോമൻ ആണെങ്കിലും. പക്ഷേ റോമൻകാരായിരുന്നു ഒരുപാട് ആർക്കിടെക്ചറിലും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളിലും ഒരുപാട് മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെന്ന്. ഓഡിയൻസിന് കാണത്തക്ക വിധത്തിൽ അവർ ഈ ഒരു ആക്ടിംഗ് ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഈ കില്ലിങ്സും അതുപോലെ തന്നെ ഈ കൊലകളൊക്കെ, മീൻസ് മേഡേഴ്സ്, സൂയിസൈഡ്, ഇതൊക്കെ അവർ
ഇവർ ശരിക്കും ഓൺ ദ സ്റ്റേജ് ചെയ്തിരുന്നില്ല. ഓക്കെ, അവർ ബിഹൈൻഡ് ദ സീൻ സ്കീൻ്റെ, അതായത് അത് നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ പേരുകൾ, സ്കീന്, അതുപോലെ തന്നെ അതിൻ്റെ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞത് ഈ ഒരു സെമി സർക്കുലർ സ്പേസിനെ പറയുന്ന പേരാണ്, ഈ ഓഡിയൻസ് ഇരിക്കുന്ന ആംഫി തിയേറ്റർ. ഓക്കെ, അത് നമ്മൾ പറയുന്നുണ്ട്, സ്റ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കേൾക്കണം. ഓക്കെ, അപ്പോൾ ആക്ടേഴ്സിന് ആക്ട് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു, കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള സർക്കുലർ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിങ് ആൻഡ് ഡാൻസിങ് ടീമുണ്ട്. അതുപോലെ തന്നെ ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലേയുടെ തീം ഇതാണെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു, ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു. ഈ ഓർക്കസ്ട്രയുടെ ബാക്കിലായിട്ട് ഒരു ഒരു വാൾ ഉണ്ടായിരുന്നു, ഓർക്കസ്ട്രയുടെ ബാക്കിലായിട്ട് ഒരു വാൾ ഉണ്ടായിരുന്നു, കർട്ടൻ. ഓക്കെ, ഫ്രണ്ട് കർട്ടനും ബാക്ക് കർട്ടനും ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ ഈ ആക്ടേഴ്സിൻ്റെ എൻട്രി ഒക്കെ. ഓക്കെ, ആ ഒരു വാളിന് ശരിക്കും ഒരു നല്ലൊരു സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാളിന് 2 or 3 ഡോർസ്, എൻട്രി ആൻഡ് എക്സിറ്റ് ഡോർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഒരു ബിൽഡിംഗ് പോലെ ഒരു 2 or 3 തട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ വാളിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രീക്ക് തിയേറ്ററിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാം. ആൻഷ്യൻ ഗ്രീക്ക് തിയേറ്റർ എക്സാമിന് ചോദിച്ചതാണ്. സോ ഒരു 10 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, 550 BC-ൻ്റെയും അതുപോലെ തന്നെ 220 BC-യുടെയും ഇടയ്ക്കാണ് ഗ്രീക്ക് തിയേറ്റർ എമർജ് ചെയ്തത്, ആൻഷ്യൻ ഗ്രീക്ക് തിയേറ്റർ. അത് ഏതൻസിലായിരുന്നു. ഏതൻസ് ആണ് ഗ്രീക്ക് തിയേറ്ററിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏതൻസ് എന്ന് പറയുന്നത് കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി പവറിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു. ഈ തിയേറ്ററിക്കൽ പെർഫോമൻസ് ആദ്യമായിട്ട് നടന്നത് ഡൈനീഷ്യൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ്. ഡൈനീഷ്യ എന്ന് പറഞ്ഞത് ഗ്രീക്ക് ഗോഡ് ഓഫ് വൈൻ ഓർ ഫെർട്ടിലിറ്റി. അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഡൈനീഷ്യ, DIONYSIA. ഓക്കെ, അപ്പം റിലീജിയസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവർ എന്ത് കൊടുത്തിരുന്നത്, ഈ ഒരു പെർഫോമൻസുകൾ, പ്ലേസ് ഒക്കെ ഇവർ ആക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ട്രാജഡി, കോമഡി ആൻഡ് സറ്റയർ, ഇങ്ങനത്തെ 3 വിഭാഗങ്ങളായിരുന്നു, ജാനേഴ്സാണ് ഉണ്ടായിരുന്നത്. ട്രാജഡി 6th സെഞ്ച്വറിയിലും കോമഡി 486 BC-യിലുമായിരുന്നു എമർജ് ചെയ്തത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇവർ കോളനികളാക്കി ഭരിച്ചപ്പം കോളനികളിലേക്കും ഒരുപാട് കോളനികളിലേക്കും ഈ ഒരു പെർഫോമൻസ് അവർ വ്യാപിക്കുകയുണ്ടായി. അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ് എന്ന് പറഞ്ഞത് ഗ്രീക്ക് തിയേറ്ററിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ്. അരിസ്റ്റോട്ടിലിൻ്റെ ഒരു പോയറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. അതായത് എങ്ങനെയായിരിക്കണം ഡ്രാമാസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിലെ ബേസിക് എലമെൻറ്റ്സ് നേരത്തെ പറഞ്ഞു, ഇനി പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകാം. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ, ഇതാണ് ഡ്രാമയുടെ 6 ബേസിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ട്രാജഡിൻ്റെതാണ് നമ്മൾ കത്താർസിസ്, അതുപോലെ അനഗ്നോറിസിസ്, അതുപോലെ മിമസിസ്, അങ്ങനത്തെ 4 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ട്രാജഡിയുടെ ഒരു ഉത്ഭവം ഈ ഒരു അരിസ്റ്റോട്ടിൽ പറയുന്നത് ഡൈത്തിരാമ്പ് എന്ന് പറയുന്ന ഒരു റിലീജിയസ് സോങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത്. തെസ്പിസ് എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റായിട്ട് ഒരു ആക്ടറെ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡ്രാമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തെസ്പിസ്, THESPIS. ഓക്കെ, അദ്ദേഹം സോളോ ആക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം ഒരു ആക്ടർ ഉള്ളതിന് ഡ്രാമയാണെങ്കിൽ. പിന്നെ ഈസ്കിലസ് എന്ന് പറഞ്ഞ ആൾ, ഓക്കെ, AESCHELUS, അദ്ദേഹം സെക്കൻഡ് ആക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2 ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ 2 ആക്ടേഴ്സായി. പിന്നെ സോഫോക്ലസ്, അതുപോലെ തന്നെ സോഫോക്ലസ് തേർഡ് ആക്ടറിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, 3 ആക്ടേഴ്സിനെ. അപ്പോൾ അങ്ങനെ നമ്മൾ കോറസിനെ കുറിച്ച് പറഞ്ഞു, കോറസിൻ്റെ റൂളിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, കോറസിന് ഒരു ലീഡർ ഉണ്ടായിരുന്നു. ലീഡറിൻ്റെ പേരാണ്, നിങ്ങൾ വേണമെങ്കിൽ എഴുതിച്ചാൽ മതി, ജസ്റ്റ് പോയിൻറ്റ്സ്, KORYPHAIOS, കൊറിഫയോസ്. ഓക്കെ, കൊറിഫയോസ്. അപ്പോൾ അങ്ങനെ 5th century BC ആണ് ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീക്ക് ഡ്രാമ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു വേളയിൽ ഒരുപാട് റിലീജിയസ് ഫെസ്റ്റിവലിൽ ഡ്രാമാസ് ആക്ട് ചെയ്യുകയുണ്ടായി. ഓക്കെ, ഗ്രീക്ക് പ്ലേ റൈറ്റുകളുടെ പേരാണ് സോഫോക്ലസ്, യൂറിപ്പിഡീസ്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ, മിയാൻഡർ, ഇവരൊക്കെ. പിന്നെ ന്യൂ ഗ്രീക്ക് കോമഡി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ന്യൂ ഗ്രീക്ക് കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡിനറി ഇവൻറ്റ്സിനെ ഡെപിക്റ്റ് ചെയ്യുന്ന, കോറസ് ഒന്നും ഇല്ലാതെ കുറച്ച് ഈ ഒരു എന്താ പറയുക, നമ്മളെ
ഈ കൺവെൻഷൻസ് കുറച്ചുകൊണ്ട്, അതായത് 6 എലമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അതുപോലെ കോറസ് വേണം എന്നുള്ള ഒരു നിബന്ധനകളൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ ഒന്നും കൂടി ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു 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 മെത്തേഡിലേക്ക് മാറ്റുന്ന ന്യൂ ഗ്രീക്ക് കോമഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അരിസ്റ്റോഫെൻസ് ഇതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഗ്രീക്ക് തിയേറ്ററിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറാണ് പറയുന്നത്. ഗ്രീക്ക് തിയേറ്ററിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് സ്ട്രക്ചറായിരുന്നു. ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു, എയർ സർക്കുലേഷൻ സംവിധാനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ഹിൽസിലായിരുന്നു. അതുപോലെ 3 പ്രിൻസിപ്പൽ എലമെൻറ്റ്സ് ഓഫ് ഗ്രീക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർക്കസ്ട്രയാണ്. ഓക്കെ, ഓർക്കസ്ട്ര എന്ന് പറഞ്ഞത് ഗ്രൗണ്ടിൽ സെൻട്രലിലുള്ള പാർട്ട്, ഓക്കെ, സെൻട്രൽ പീസ് ഡാൻസിങ് പ്ലേസ് ആണ്. ഓക്കെ, ഒരു ലാർജ് സർക്കുലാറോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഏരിയയിലുള്ള ഓർക്കസ്ട്ര. 2 സ്കീനാണ്, SKENE. ഓക്കെ, ഓർക്കസ്ട്രയുടെ പിന്നിലായിട്ട് സ്കീൻ ഉണ്ടാവും. അത് ചിലപ്പോൾ 2 or 3 തട്ടുള്ള ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു വാളുണ്ടാവും. വാളിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ പോലെയുള്ളൊരു സാധനമാണ് സ്കീൻ. മൂന്നാമത്തതാണ് ഓഡിയൻസ്. ഈ സ്കീനിൻ്റെ പിറകിൽ നിന്നാണ് ഇവർ കോസ്റ്റ്യൂം, ഡ്രസ്സ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. മൂന്നാമത്തത് ഓഡിയൻസ്. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഓഡിയൻസ് കാണുന്ന ആളുകൾ. അതുപോലെ തന്നെ ഓർക്കസ്ട്രയുടെ സെൻട്രലായിട്ട് ഒരു ആൾത്താർ ഉണ്ടാവും, ALTAR. അതായത് ഇവർ ഈ ഗോഡിൽ ഈ ഡൈനീഷ്യസ് എന്നുള്ള ഗോഡിനെ അമിതമായി വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതിന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആടിനൊക്കെ ബലിയെടുക്കും ഈ ഒരു പ്ലേ തുടങ്ങുന്നതിന് മുന്നേ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബലി കൊടുക്കും, അതിനെയാണ്. ഓക്കെ, നമ്മൾ റോമൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ റോമൻ തിയേറ്ററിൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്ലാഡിയേറ്റർ ഫൈറ്റ് ഡ്രാമാസ് മാത്രമല്ല, ഈ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്, ബുൾ ഫൈറ്റ്, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു റിയലായിട്ടുള്ള ഫൈറ്റാണ്. ആരെങ്കിലും ഒരാൾ മരിക്കും. ഓക്കെ, റിയലായിട്ട് ആരെങ്കിലും ഒരാൾ മരിക്കുമെന്നുള്ള അങ്ങനത്തെ ഫൈറ്റുകളൊക്കെ, ഡേഞ്ചറസ് ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് പ്രൊഹിബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീക്ക് തിയേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്, സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇതിൽ സ്കീൻ എന്നുള്ളത്, ഓക്കെ, രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഓർക്കസ്ട്രയുടെ ബാക്കിലായിട്ടുള്ള ബിഹൈൻഡ് ദ സീനല്ല, SKENE. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹട്ട്, ടെൻറ്റ്. ഓക്കെ, ഇതൊരു കൂടാരം എന്നുള്ള അർത്ഥമാണ്. ഇത് ബാക്ക് സ്റ്റേജ് ആണ് കേട്ടോ. സ്കീൻ എന്ന് പറയുന്നത് ബാക്ക് സ്റ്റേജ് ആണ്. ആക്ടേഴ്സ് ചേഞ്ച് ദയർ കോസ്റ്റ്യൂം ആൻഡ് മാസ്ക്. ആക്ടേഴ്സൊക്കെ ഈ ഒരു ഡ്രസ്സൊക്കെ മാറിയിരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സ്കീൻ എന്നുള്ളത് പിന്നെ സ്റ്റോൺ സ്ട്രക്ചറായിട്ട്, കല്ലുകൊണ്ട് പടുത്ത ഒരു ബിൽഡിംഗ് ആയിട്ട് ഇത് രൂപാന്തരം ചെയ്യുകയുണ്ടായി പിൽക്കാലങ്ങളിൽ. ഓക്കെ, ഈ ഒരു ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു റൈസ്ഡ് ഏരിയനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഗ്രീക്കിൽ പ്രോസ്കീൻ എന്നുള്ളത്, PROSKENE. ഓക്കെ, ഓഡിയൻസ് സാറ്റ് ഓൺ ബെഞ്ചസ്. ഓക്കെ, ഓഡിയൻസ് ചിലപ്പോൾ ആ ഒരു ബെഞ്ച് പോലെയുള്ള സ്ട്രക്ചറിലായിരുന്നു. 15,000 ഓഡിയൻസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇത് ഒരു എൻക്ലോസ്ഡ് തിയേറ്റേഴ്സ് ആയിരുന്നില്ല. ഓക്കെ, ഗ്രീക്ക് സ്ലോപ്പ് ഓഫ് ഹിൽസിലായതുകൊണ്ട് തന്നെ ബിൽഡിങ്ങുകളായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാതെ ഓഡിയൻസിന് എവിടെ നിന്നാലും സീനുകൾ കാണാം, അതായത് മീൻസ് ക്യാരക്ടേഴ്സിൻ്റെ ആക്ടിങ്ങുകൾ കാണാം. ഓക്കെ, അതുപോലെ തന്നെ കോമൺ പീപ്പിളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുപോലെ ഇതിൽ ആക്ടേഴ്സ് ഭയങ്കര ജസ്റ്റേഴ്സാണ്. അവർ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ അവർ പാൻറ്റോമൈമിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇവിടെ സോങ്, ഡാൻസ്, അതുപോലെ തന്നെ ഗീതങ്ങൾ, ചാൻറ്റിങ്, ഇതൊക്കെ അവരെന്ത് ചെയ്തു, അവർ അമാൽഗമേറ്റ് ചെയ്തു, മിക്സ് ചെയ്തു. അതുപോലെ തന്നെ വലിയ ഗ്ലൗവ്, മാസ്ക് ഇതൊക്കെ ധരിച്ചു നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇനി പറയുന്നത് തെസ്പീസ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആക്ടർ ഈസ്കിലസ് സെക്കൻഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളാണ് അഗമെമ്നോൺ, യുമിനൈഡ്സ്, അങ്ങനെ ഒരു ഒരിസ്റ്റിയ ട്രിലജി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് പ്ലേസ് ഉണ്ട്, 7 Against Thebes, സപ്ലിക്കൻസ്, എക്സെട്ര.
പിന്നെ സോഫോക്ലസ് ആണ് തേർഡ് ആക്ടർ, 3 ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോറസിന് വലിയ റോളില്ല, അതായത് സിംഗിങ് ആൻഡ് ഡാൻസിങ് ഇതിൽ വലിയൊരു റോളില്ല പ്ലേസിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ട്രിലജി ഒന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. അജാക്സ്, യൂറിപ്പിഡസ്, അജാക്സ്, എലക്ട്ര, ആൻറ്റിഗോൺ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്, സോഫോക്ലസ്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഡിപ്പസ് റെക്സ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്, നമുക്ക് പഠിക്കാനുള്ള. പിന്നെ യൂറിപ്പിഡീസ് വേറൊരു പ്ലേ റൈറ്റിൻ്റെ പേരാണ്. യൂറിപ്പിഡീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കോമൺ സബ്ജക്റ്റുകളെ കുറിച്ചാണ് എഴുതാറുണ്ടായിരുന്നത്. പർപ്പസ് ഓഫ് വാർ, ഓക്കെ, വാറിൻ്റെ ഉദ്ദേശം എന്താണ്, സ്റ്റേറ്റസ് ഓഫ് വുമൺ, അതുപോലെ തന്നെ റീസൺസ് ഓഫ് ഹ്യൂമൻ ക്രൂവൽറ്റി, ഓക്കെ, ഇതിന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു യൂറിപ്പിഡീസ് എഴുതാറുണ്ടായിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് റോമൻ തിയേറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, റോമൻ തിയേറ്റർ കൂടുതൽ വ്യവസ്ഥാപിതമായിരുന്നു, അവർക്ക് നല്ല നിയമങ്ങൾ ഉണ്ടായിരുന്നു. ലോസ് ഓഫ് മാരേജ്, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങളെ അവർ വേർഷിപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പക്ഷേ അവരുടെ പതനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിൻ്റെ വരവോടുകൂടിയാണ്. ക്രിസ്ത്യൻസ് ഈ ആക്ടേഴ്സിന്, അതായത് ഈ തിയേറ്ററിൽ പോകുന്നതിനൊക്കെ വിലക്കി, മീൻസ് ന്യൂ ക്രിസ്ത്യൻസ് അവരെ വിലക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൽ ചില ഈവിൾ ക്യാരക്ടേഴ്സ് ഇമ്മോർട്ടാലിറ്റി അഭിനയിക്കുന്നുണ്ട്, അനശ്വരത്വം അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഗോഡിനെതിരെയാണ്, ആൻറ്റി ഗോഡാണ്. ഓക്കെ, അപ്പോൾ അവർ അങ്ങനെ തിയേറ്ററിലേക്ക് പോകുന്ന അവിടെ ചിലപ്പോൾ ഒബ്സീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇവർ പറയാണ്, അതായത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയൻ ആരാണോ തിയേറ്ററിലേക്ക് പോകുന്നത് അവരെന്ത് ചെയ്യും, അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ റോമൻസ് സിംഗിങ്, ഡാൻസിങ്, ജഗ്ലിങ്, ആക്രോബാറ്റ്സ് ഇതൊക്കെ അവർ ആക്ട് ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവർ ലെസ്റ്റ്, ഗ്രീഡ്, മാസ്ക്, അതുപോലെ തന്നെ ഗോഡ്സിനെ പോലും ചിലപ്പോൾ ചില ഫാൾസുകൾ, നേരത്തെ നമ്മൾ ഫാസിനൈൻ വേഴ്സ് പറഞ്ഞു, അപ്പോൾ അതുപോലെയുള്ള വേഴ്സുകളിൽ അവർ കളിയാക്കാറുണ്ടായി, മോക്ക് ചെയ്യാറുണ്ടായിരുന്നു ചില ആക്റ്റുകളിലൊക്കെ. ഓക്കെ, അൺകൺട്രോൾഡ് ആക്റ്റുകളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ഗ്രീക്ക് ന്യൂ കോമഡി റോമൻസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അവർ ഇൻഫ്ലുവൻസ് ചെയ്തു, മീൻസ് അവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ എഴുതാം, മീൻസ് ഒരു കോൺവെർസേഷൻ സ്റ്റൈലിൽ എഴുതാം. അതുപോലെ തന്നെ കോറസിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ഡൊമസ്റ്റിക് അറൈവൽ എന്ന് പറയും. ഡൊമസ്റ്റിക് സിറ്റുവേഷൻ മീൻസ് ഹോംലി സിറ്റുവേഷൻ മീൻസ് ഭയങ്കര സൂപ്പർ നേച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഒരു ഫോക്കസ് ഇല്ലായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ റോമൻ കോമഡിയെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞത് റോമൻ കൊമേഡിയൻ എന്ന് പറഞ്ഞത് പ്ലോട്ടസ് ആണ്. ഓക്കെ, പ്ലോട്ടസ് ഉംബ്രിയ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് പറയാം. അദ്ദേഹം കോറസ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും മൈൻഡ് ചെയ്തിരുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ. അതുപോലെ തന്നെ കണ്ടംപററി പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ സിറ്റുവേഷൻസ് ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് റൊമാൻസ് ആയിരുന്നു, ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് റൊമാൻസ്. നമ്മൾ പറഞ്ഞു പോട്ട് ഓഫ് ഗോൾഡ് എന്നുള്ള ഒരു. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലേ സംവിധാനിച്ചിരിക്കുന്നത് ലൈക്ക് മ്യൂസിക് വിത്ത് ഡയലോഗാണ്. ഓക്കെ, ഈ ഒരു കണ്ടംപററി റെലവൻസ് ഉള്ള ഒരു ഇതാണ്, അതായത് മ്യൂസിക്കും ഡയലോഗുകളും കമ്പൈൻ ചെയ്താണ്. ഓക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ഷേക്സ്പിയറൊക്കെ അദ്ദേഹത്തെ മോഡലാക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. ബെൻ ജോൺസൺ, ഓക്കെ, ഷേക്സ്പിയറിൻ്റെ കോമഡി ഓഫ് എറേഴ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്ലേസ് നമ്മൾ മെനാക്കമി, ടു വൈവ്സ് അങ്ങനത്തെ കുറച്ച് പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. പ്ലോട്ടസിൻ്റെ 2-3 പ്ലേസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് റോമൻ കൊമേഡിയനാണ്. ടെറൻസ് എന്ന് പറയുന്നത് ടെറൻസ്. ഓക്കെ, ടെറൻസിൻ്റെ ഫുൾ പേര് എന്ന് പറയുന്നത് പുബിയസ് ടെറൻഷ്യസ് ഏഫർ, AFER. ഓക്കെ, ഇത് മുഴുവൻ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ലാസ്റ്റ് പാർട്ട്, ഏഫർ എന്നുള്ള പാർട്ട് ഒരു ആഫ്രിക്കൻ സ്ലേവിന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ആഫ്രിക്കൻ സ്ലേവ് ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ റൈറ്റിംഗിൽ എബിലിറ്റി കൊണ്ട് അദ്ദേഹം ആഫ്രിക്കൻ സ്ലേവിൽ നിന്നും അദ്ദേഹത്തെ ഫ്രീ ചെയ്യാണ്. ഓക്കെ, അദ്ദേഹം സ്ലേവറിയിൽ നിന്നും ഫ്രീ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ. ഓക്കെ, അദ്ദേഹത്തെ ഫ്രീ ചെയ്തു. നേരത്തെ പ്ലോട്ടസിനെ പോലെയല്ല, ഇദ്ദേഹത്തിന് വെൽ കൺസ്ട്രക്റ്റഡ് പ്ലോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്ലോട്ട്സ് ഒക്കെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരുന്നു. അതുപോലെ ഡബിൾ പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു, സിംഗിൾ പ്ലോട്ടല്ല, ഡബിൾ പ്ലോട്ട്, 2-3 സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രാമയുടെ പേരാണ് ദ മദർ ഇൻ ലോ.
എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലേസൊക്കെ മൊണാസ്ട്രികൾ, ആശ്രമങ്ങളിലൊക്കെ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു മോറൽ തീം ഉണ്ടായിരുന്നു. ഓക്കെ, മോറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, ഒരു മോറൽ തീമുകൾ ഉണ്ടായിരുന്നു, റിലീജിയസ് തീമുകൾ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അദ്ദേഹം ഓപ്പണായിട്ട് പ്ലേജറൈസ് ചെയ്തു, മീൻസ് കോപ്പി അടിച്ച് ചില ഗ്രീക്ക് മോഡൽസിനെ. അങ്ങനെ അദ്ദേഹം സ്വയം പറയുമായിരുന്നു കോപ്പി അടിച്ചാണ് എഴുതിയതെന്ന്. ഓക്കെ, മീൻസ് പക്കാ കോപ്പിയല്ല, അതിൻ്റെ പാർഷ്യൽ ചില ഭാഗങ്ങൾ മാത്രം. ഇനി നമ്മൾ റോമൻ ട്രാജഡിയോട് കൂടി നമ്മുടെ ഇത് അവസാനിക്കും. ഓക്കെ, റോമൻ ട്രാജഡിയോട് കൂടി നമ്മുടെ ഓക്കെ, റോമൻ ട്രാജഡിയസിന് എക്സാമ്പിൾസ് ആണ് ഒന്ന് സെനെക്ക. ഓക്കെ, സെനെക്ക എന്ന് പറയുന്ന ഒരാൾ. സെനെക്കയുടെ കോമൺ തീമാണ് സ്റ്റാബിങ്, മർഡറിങ്, സൂയിസൈഡ്, ഇതൊക്കെ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഈ ഗ്രീക്ക് പ്ലേസിലും റോമൻ പ്ലേസ് ആണെങ്കിലും അത്ര ഈ മർഡർ സീനുകളൊന്നും സ്റ്റേജിൽ പ്രദർശിപ്പിക്കുമായിരുന്നില്ല, ആക്ടിങ് കേട്ടോ. പക്ഷേ ഇദ്ദേഹം ഇതൊക്കെ പ്രദർശിപ്പിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ ഉണ്ട്, തിസ്റ്റിസ് എന്നുള്ള പ്ലേ, THYESTES. ഇതിൽ ഇദ്ദേഹം സ്വന്തം മക്കളുടെ ഫ്ലഷ് തിന്ന് ബ്ലഡ് കഴിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അത്തരം പ്ലേസൊക്കെ ഭയങ്കര ഹൊറർ ഫീലിംഗ് വരുന്ന പ്ലേസൊക്കെ സെനെക്ക എഴുതിയിരുന്നു. സെനെക്ക വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇതിൽ നോ ട്രാജിക് ഫ്ലോ. ഗ്രീക്ക് പ്ലേസിൽ ട്രാജിക് ഫ്ലോ ഉണ്ടാവും, അതായത് ഒരു ഹീറോക്ക് കുറച്ച് തെറ്റുകളൊക്കെ സംഭവിക്കും. ഒരു ഹീറോ വിചാരിച്ച് എല്ലാം കീഴടക്കണമെന്നില്ല, പക്ഷെ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, ട്രാജിക് ഫ്ലോ, FLAW. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ഹീറോ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, എല്ലാ സിറ്റുവേഷൻസിനും ഓവർകം ചെയ്യുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ സൂപ്പർ നേച്ചറായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ഉണ്ടാവും. ഓക്കെ, മിക്കവാറും. പിന്നെ ഇതിലൊരു സറ്റയറിസ്റ്റാണ് ഹൊറേസ് എന്ന് പറയുന്നത്. ഹൊറേസിൻ്റെ ചില നിയമങ്ങളുണ്ട്. അദ്ദേഹം പറയാണ് റോമൻ പ്ലേസിന് എന്ത് 5 ആക്റ്റുകൾ, ഡ്രാമാസിന് 5 ആക്റ്റുകൾ നിർബന്ധമാണ്. അതുപോലെ തന്നെ ദൈവങ്ങളുടെ അവതാരമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ദൈവങ്ങളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ആ ഒരു വേഷം കെട്ടിയിട്ട് എപ്പോഴും കൊണ്ടുവരരുത്, വല്ലപ്പോഴൊക്കെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ കോറസ് നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഒരു മൊറാലിറ്റി വേണം, മോറൽ ടൂണ് വേണം. അതുപോലെ ഡ്രാമയുടെ ലക്ഷ്യം എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടു പ്രോഫിറ്റ് ആൻഡ് പ്ലീസ്, അല്ലെങ്കിൽ ടു എൻ്റർടൈൻ ആൻഡ് ഇൻസ്ട്രക്ട്. അതായത് എൻ്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകളെ രസിപ്പിക്കും വേണം, അതേസമയം പഠിപ്പിക്കും വേണം, ടീച്ച് ചെയ്യും വേണം എന്നുള്ള. അതുപോലെ ഇനി നമ്മൾ റോമൻ സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. റോമൻ സ്റ്റേജിൻ്റെ പേരായിരുന്നു പൾപിറ്റസ് എന്ന് പറയുന്നത്, PULPITUS. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 300 feet ആണ്. അതുപോലെ ആക്ടേഴ്സിനെ പറയുന്ന, റോമൻ കോമഡിയിൽ ആക്ടേഴ്സിനെ പറയുന്ന പേരാണ് HISTORIONES, ഹിസ്റ്റോറിയൻസ്. ഓക്കെ, ഹിസ്റ്റോറിയനീസ്. ഓക്കെ, ഇതിൽ മാക്സിമം 6 ആക്ടേഴ്സ്. ഓക്കെ, ഗ്രീക്കിൽ 3 ആക്ടേഴ്സ് ആയിരുന്നു, റോമനിൽ 6. ഓക്കെ, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, അത് ഫുൾ മാസ്കുകളായിരുന്നു. ഗ്രീക്കിലും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല ഈ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ മുഖഭാവങ്ങൾ കാണില്ലല്ലോ ഫേസ് ധരിക്കുമ്പോൾ, അല്ല ഫേസ് മാസ്ക് ധരിക്കുമ്പോൾ. നമ്മുടെ കൊറോണ മാസ്ക് അല്ല, മറ്റേ മാസ്ക്. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് മിക്കവാറും സ്ലേവുകളായിരുന്നു. ഓക്കെ, വലിയ പെർഫെക്റ്റ് ആക്ടേഴ്സ് മീൻസ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആക്ടേഴ്സ് ഒന്നും ആയിരുന്നില്ല, മീൻസ് ഉള്ളിലുള്ള കോമൺ പീപ്പിൾ ആയിരുന്നു, സ്ലേവുകളായിരുന്നു. അന്ന് സ്ലേവറി ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, നമ്മൾ പോർട്ട് ഓഫ് ഗോൾഡിൽ വരുന്നുണ്ടത്. അതുപോലെ തിയേറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ആംഫി തിയേറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ 3 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞത് കാവിയ. ഓക്കെ, നേരത്തെ നമ്മൾ CAVEA, റോമൻ തിയേറ്ററിൽ, ഗ്രീക്കും ഇതും കമ്പയർ ചെയ്ത് പഠിക്കണം. CAVEA എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് ഏരിയയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓർക്കസ്ട്ര, നേരത്തെ ഉള്ളതുപോലെ. നെക്സ്റ്റ് നേരത്തെ നമ്മൾ സ്കീനാണെങ്കിൽ, ഈ ഗ്രീക്ക് ഡ്രാമയിൽ സ്കീനാണെങ്കിൽ ഇവിടെ സ്കേനയാണ്. ഓക്കെ, സ്പെല്ലിംഗ് പറഞ്ഞാൽ SCAENA. ഓക്കെ, അതുപോലെ തന്നെ ആർച്ചുകൾ ഉണ്ടായിരുന്നു, ഭയങ്കര എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളോടുകൂടി നിർമ്മിച്ചിരുന്നത്. ഹിൽ സൈഡിലായിരുന്നില്ല, ഓക്കെ, ഗ്രൗണ്ടുകളിലായിരുന്നു. അതുപോലെ തന്നെ ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു. 25,000 സ്പെക്ടേറ്റേഴ്സൊക്കെ ഉൾക്കൊള്ളുമായിരുന്നു.
ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രീക്കിനേക്കാളുണ്ട്. ഓക്കെ, ഓർക്കസ്ട്ര വാസ് സെമി സർക്കുലർ ദാൻ സർക്കുലർ. അതുപോലെ തന്നെ ഇതിലെ രണ്ട് കർട്ടനുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈലം, AELUM, ഇത് ഫ്രണ്ട് കർട്ടൻ്റെ പേരാണ്. അതുപോലെ തന്നെ സിപ്പാരിയം, SIPARIUM, ബാക്ക് കർട്ടൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേസ് മാത്രമല്ല, സർക്കസ്, മിൻസ്ട്രൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ബുൾ ഫൈറ്റിങ്, റിയൽ ഫൈറ്റുകൾ, നേരത്തെ നമ്മൾ ഗ്ലാഡിയേറ്റർ ഫൈറ്റിങ്, ഒരാൾ മരിക്കുന്ന ലേക്കുകളിലുള്ള ഫൈറ്റിങ്. ഓക്കെ, വെള്ളക്കെട്ടുകളിൽ അവർ റിയൽ ഫൈറ്റുകൾ നടത്തുമായിരുന്നു. അത്യാവശ്യം ഡേഞ്ചറസ് ആയിരുന്നു ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസ്, കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഒക്കെ എക്സാമിന് ചോദിച്ചതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യൂറോപ്യൻ റോഡുകൾ, അതുപോലെ തന്നെ ന്യൂ കോമഡി, ഇതൊക്കെ പറയുന്നുണ്ട്.